നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷ വിദേശകാര്യ മന്ത്രാലയം തള്ളി. സനയിലെ സുരക്ഷാ സാഹചര്യം ദുർബലമാണെന്നും പ്രതിനിധി സംഘത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തുടർ ചർച്ചകൾക്കായി പ്രതിനിധികളെ യമനിലേക്ക് അയക്കാൻ അനുമതി വേണമെന്ന് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 3 പേർ, ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന മർക്കസിൽ നിന്നുള്ള 2 പ്രതിനിധികൾ എന്നിങ്ങനെ 5 പേർക്ക് അനുമതി വേണമെന്നും സംഘത്തിൽ നയതന്ത്ര പ്രതിനിധികളായ 2 പേരെ കൂടി ഉൾപ്പെടുത്താവുന്നതാണെന്നുമാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചത്. ഇതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി ആക്ഷൻ കൗൺസിലിന് നൽകിയത്. ഇത് പ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയത്. ഈ അപേക്ഷയ്ക്കാണ് അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. 4 കാരണങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ബന്ധങ്ങളില്ല. സുരക്ഷാ സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചർച്ച കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലാണെന്നും വിശദീകരണമുണ്ട്. തുടർച്ചയായി നിയമപോരാട്ടം നടത്തിയതിനു ശേഷമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് പോകാൻ അനുമതി ലഭിച്ചത്. സുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് അന്നും അനുമതി നിഷേധിച്ചത്. നിമിഷയുടെ അമ്മയ്ക്ക് ഇതുവരെ യാതൊരു സുരക്ഷാ പ്രശ്നവും ഉണ്ടായിട്ടില്ല. 1000-ലധികം ഇന്ത്യക്കാർ യമനിൽ ജീവിക്കുന്നുണ്ട്. കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കും. സർക്കാർ നിഷേധിച്ചിട്ടും നേരത്തെ കോടതിയുടെ അനുമതിയോടെയാണ് അമ്മയ്ക്ക് പോകാൻ കഴിഞ്ഞതെന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി.